ഉണ്ട്. ശരി, ശ്രീ ബി എൻ ഹസ്കർ, തന്ത്രി ഈ സ്വർണ്ണക്കൊള്ളയിൽ പങ്കാളിയാണെങ്കിൽ മന്ത്രിയും പങ്കാളിയാണ്. ഈ രീതിയിൽ കാര്യങ്ങൾ പോകുമല്ലോ. കാരണം തന്ത്രിക്കും ഈ പറയുന്ന പോലെ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള ഭരണപരമായ പങ്കാളിത്തം ഇല്ല. മന്ത്രിക്കും അങ്ങനെ തന്നെയാണല്ലോ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് പ്രത്യേക എൻറ്റിറ്റിയാണ്. അതിൽ സർക്കാർ ഇടപെടുന്നില്ല എന്നൊക്കെയാണ് നിങ്ങളുടെ അവകാശവാദം. തുടക്കം മുതൽ ഈ സ്വർണ്ണക്കൊള്ളയുടെ വിവരങ്ങൾ വന്ന് തുടക്കം മുതൽ അങ്ങനെയാണ് അവകാശപ്പെടുന്നത്. അതുകൊണ്ടാണ് മന്ത്രിക്ക് പങ്കേയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്തുന്നത്. പക്ഷേ തന്ത്രിയെയും ആ രീതിയിൽ മാറ്റി നിർത്താൻ വേണമെങ്കിൽ, അത്രയേ ഉള്ളൂ. പക്ഷേ തന്ത്രിയാണ് അവസാന വാക്ക് എന്ന കാര്യത്തിൽ സംശയവുമില്ല. പക്ഷേ ഇതിലെ വാക്കാലുള്ള നിർദ്ദേശമായിരിക്കും എന്ന് മാത്രം. ഒരിടത്തും ഒപ്പിടുന്നില്ല. അനുമതി കൊടുക്കുന്നുണ്ട്, അത് പേപ്പറിൽ തന്നെയുള്ള അനുമതിയാണ്. പക്ഷേ അത് ബാക്കി കാര്യങ്ങളെല്ലാം നിർവഹിക്കുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ്. ഇതായിരുന്നല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൽ തന്ത്രി അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, അദ്ദേഹത്തിന് പോറ്റിയുമായിട്ട് ബന്ധമുണ്ട് എന്ന് പറഞ്ഞ് SIT അറസ്റ്റ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ മന്ത്രിക്കും പങ്കുണ്ടാവും. മഞ്ജുഷ സഖാവ് പത്മകുമാറിന്റെ വാക്കുകൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ദൈവതുല്യൻ എന്ന് മാത്രമാണ്, അതിലൊരു തുല്യർ എന്ന് ഉപയോഗിച്ചിരുന്നില്ല. അപ്പൊ ദൈവതുല്യൻ എന്ന് പറയുന്ന ഒരു പദപ്രയോഗം ഉപയോഗിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ അന്നു മുതൽ ഞാൻ ചർച്ചകളിൽ ശബരിമല വിഷയം വരുമ്പോൾ തന്ത്രി കുറ്റസ്ഥാനത്ത് വരുന്നു എന്ന സംശയം പ്രകടിപ്പിച്ചിരുന്ന ആളാണ്. SIT ഇപ്പോ ആ അന്വേഷണത്തിന്റെ ഭാഗമായി തന്ത്രിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളത് ഒരുപക്ഷെ അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഞെട്ടൽ ഉളവാക്കുന്ന ഒരു തീരുമാനമായിരുന്നില്ല. ഞാനത് പ്രതീക്ഷിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. അപ്പൊ സ്വാഭാവികമായും അത്തരം ഒരു അറസ്റ്റ് നടന്ന സാഹചര്യത്തിൽ ഇനി അടുത്തത് മന്ത്രി, അത് കഴിഞ്ഞ് മുഖ്യമന്ത്രി, പിന്നീട് ഗവർണർ എന്ന നിലയിലേക്ക് ഞങ്ങൾ പറഞ്ഞു ഈ ആ അർത്ഥത്തിലേക്ക് ഇതിനെ വലിച്ചിഴക്കരുത് എന്നുള്ളതാണ് അന്വേഷണ സംഘം. അങ്ങനെ വലിച്ചിഴക്കേണ്ട എന്നൊക്കെ പറയുന്നത് എങ്ങനെയാണ് ശ്രീ അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ? അത് പൊതുസമൂഹത്തിനൊരു സംശയം തന്നെയാണ്. കാരണം 2019 കാലഘട്ടത്തിൽ ദേവസ്വം ബോർഡിന് ഉത്തരവാദിത്വമുണ്ടെങ്കിൽ ദേവസ്വം മന്ത്രിക്ക് എന്തുകൊണ്ട് ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ ഒരു മടിയും ഉണ്ടാകുന്നില്ല എന്നുള്ള ചോദ്യമാണ്. കടകംപള്ളി സുരേന്ദ്രൻ എന്ന് പറയുന്നത് നിസ്സാരക്കാരനായിരുന്നില്ല. അദ്ദേഹം ഒരു കാര്യത്തിലും ഇടപെടില്ല എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കുകയുമില്ല. അങ്ങനെയല്ല മഞ്ജുഷ്, ഇതിപ്പോ മന്ത്രി, നമുക്കൊരു അഡ്മിനിസ്ട്രേറ്റീവ് കപ്പാസിറ്റി തന്നെ ഈ കാര്യങ്ങൾ പരിശോധിക്കും. മന്ത്രി ഒരു ദേവസ്വം ബോർഡിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നു എന്നത് അർത്ഥത്തിലുള്ള ഒരു സൂചനകൾ നൽകേണ്ട സാഹചര്യമല്ല ഇപ്പോൾ ഉള്ളത്. അങ്ങനെ ഒരു തരത്തിലും മന്ത്രിക്ക് ഇടപെടാൻ കഴിയില്ല എന്നുള്ളതാണ്. മന്ത്രി ഇനിയിപ്പോ ഈ ഘട്ടത്തിൽ മന്ത്രി ഏതെങ്കിലും തരത്തിൽ മന്ത്രിക്ക് ഇതിൽ പങ്കാളിത്തമുണ്ട് എന്ന് SITക്ക് തോന്നുന്നെങ്കിൽ അറസ്റ്റ് ചെയ്യുന്നതിനൊന്നും ഒരു തടസ്സവും വേണ്ടെന്നേ. അത് അത്തരത്തിൽ സുഗമമായ രീതിയിലാണ് അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത്. അന്വേഷണ സംഘത്തിന്റെ പ്രവൃത്തികൾ അത്തരത്തിൽ തന്നെയാണ്. വേണു, താങ്കൾ ഇന്നത്തെ തന്ത്രിയുടെ അറസ്റ്റിനെ എങ്ങനെയാണ് കാണുന്നത്? അതുപോലെ തന്നെ ഹസ്കർ അതിന് പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. അതായത് സർക്കാരിന്റെ ഒരു ഇടപെടലും ഇക്കാര്യത്തിൽ ഇല്ല എന്നാണല്ലോ. അല്ല, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ തന്ത്രിക്ക് ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും വിഹിതം കിട്ടിയോ എന്നൊന്നും ഞാൻ സംശയിക്കുന്നില്ല. എനിക്ക് അങ്ങനെയുള്ള ഒരു ആരോപണമില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതെല്ലാം ഒരു സൂപ്പർവിഷൻ നടക്കുന്നത് തന്ത്രിയുടെ കീഴിലൊക്കെ. അദ്ദേഹമാണല്ലോ പൂജ നടത്തുന്നതും ദൈനംദിനം ഇത് കാണുന്നതും ഒക്കെ. അപ്പോൾ അവിടെ നിന്ന് ഈ സാധനങ്ങളൊക്കെ ഇളക്കി മാറ്റിക്കൊണ്ട് പോകുമ്പോൾ, ഒരു ക്ഷേത്രത്തിൻ്റെതാണല്ലോ, അത് ശാസ്ത്രവിധി പ്രകാരമാണോ അല്ലെങ്കിൽ അതിന് ആവശ്യമായിട്ടുള്ള എന്താ പറഞ്ഞ ആ വിധി പ്രകാരമൊക്കെയാണോ ഈ കാര്യങ്ങൾ നടന്നത് എന്ന് സ്വാഭാവികമായിട്ടും പരിശോധിക്കാൻ ഒരു ഉത്തരവാദിത്വം തന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിനുണ്ട്. കാരണം അദ്ദേഹമാണ് ഈ പറഞ്ഞ സ്ഥലങ്ങളുമായി ഏറ്റവും നേരിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാള്. ഒരു കാര്യം പറഞ്ഞോട്ടെ ശ്രീ സേനാപതി വേണു, തന്ത്രിയുടെ പഴയ ഒരു ബൈറ്റ് ഉണ്ടായിരുന്നു ഈ സ്വർണ്ണക്കൊള്ളയുടെ ഈ അന്വേഷണം നടക്കുന്ന സമയത്ത്. അദ്ദേഹം അതിൽ പറഞ്ഞത് 2019 എന്റെ അനുമതിയോട് കൂടിയാണ് കൊടുത്തുവിട്ടത്. ഇങ്ങനെ അറ്റകുറ്റപ്പണിക്ക് കൊടുത്തുവിടുമ്പോൾ അതിൽ ഈ ദേവഹിതം അറിയേണ്ട ആവശ്യമില്ല എന്നാണ് തന്ത്രി പറഞ്ഞത്. ദേവപ്രശ്നത്തിന്റെ ആവശ്യം അവിടെ ഇല്ല എന്നാണ്. കാരണം ഇത് നന്നാക്കാൻ കൊണ്ടുപോയതാണല്ലോ. അവിടെ കറുത്തുപോയി. ഇപ്പോൾ ആളുകൾ തൊട്ടതും പിന്നെ അതുപോലെ തന്നെ ഈ പൂജാദ്രവ്യങ്ങളൊക്കെ വീണ് അങ്ങനെ കറുത്തുപോയി. അതുകൊണ്ട് അദ്ദേഹം അനുമതി കൊടുത്തു അത് സ്വർണം പൂശുന്നതിന് വേണ്ടി. ഇതാണ് അദ്ദേഹം അന്ന് പറഞ്ഞ കാര്യം ഈ അന്വേഷണം നടക്കുന്ന സമയത്ത്. അത് ദേവപ്രശ്നത്തിന്റെ ആവശ്യമില്ല എന്നാണ്. അല്ല, അവിടെ ഒരു സംശയമുണ്ട്. ദേവസ്വം ഈ പറഞ്ഞ സന്നിധാനത്ത് നടക്കുന്ന ഏത് നിർമ്മിതികളും അവിടെ വെച്ച് തന്നെ വേണം. ഇത് പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല. പുറത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ ഇത് പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ള കർശനമായ വ്യവസ്ഥകൾ ഇതിൽ നിൽക്കുമ്പോൾ തന്ത്രി ഇത് ഒരു കാര്യവും എന്താ പറഞ്ഞ ഒരു പരിശോധനയും നടത്താതെ എന്നാൽ ഇത് കൊണ്ടുപോയിക്കോട്ടെ എന്നൊരു രീതിയിൽ നടത്തുമ്പോൾ അവിടെ ഒരു എന്താ പറഞ്ഞ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന ഗുരുതരമായ ഒരു ഉത്തരവാദിത്വ ലംഘനം
അതാണ് ഇവിടെ ഒരുപക്ഷെ SIT കണ്ടെത്തിയത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം അദ്ദേഹത്തിന് മാത്രമാണ് ഇതുമായിട്ട് നേരിട്ട് ടച്ച് ചെയ്യാനും ഈ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കാണാനും കണ്ടാലും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാൾ എന്ന് പറയുന്നത് തന്ത്രിയാണ്. ബാക്കി ഒരാൾ നമ്മളൊക്കെ ചെല്ലുന്നവർ, ഭക്തർ ചെല്ലുന്നവർ പുറത്തുനിന്ന് നോക്കി നമ്മൾ കാണുന്നേ ഉള്ളൂ. ഇതുമായി ദൈനംദിനം തൊടുന്നതും ബന്ധപ്പെടുന്നതുമായ ഒരാൾ അവിടെ ഇനിയിപ്പോൾ ഇതിന് കേട് വന്നിട്ടുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ, തന്നെയുമല്ല ഇത് 98-ൽ സ്വർണം പതിപ്പിച്ചതിന് ശേഷം അത് സ്വർണമാണ് എന്നുള്ള കാര്യത്തിൽ ഏതായാലും ഈ എന്താ പറഞ്ഞ തന്ത്രിമാര് ഇവർ കുടുംബപരമായിട്ട് അവിടെ ഈ പൂജകൾ നടത്തുന്ന ആളുകളായതുകൊണ്ട് ഇതെല്ലാം നേരിട്ടറിയാവുന്ന ആളുകളാണ്. അപ്പൊ അത്ര കൃത്യമായിട്ട് ഇത് അറിയാവുന്ന ആളുകൾ ഇത് കൊടുത്തുവിടുമ്പോൾ ആ കൊടുത്തുവിടുന്നതിന് മുൻപെടുക്കേണ്ട മുൻകരുതലുകൾ, അതാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം. ആ മുൻകരുതലുകൾ എടുത്തിട്ടുണ്ടോ എടുത്തിട്ടില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആ വീഴ്ചയായിരിക്കാം ഒരുപക്ഷെ ഇപ്പൊ തന്ത്രിയുടെ അറസ്റ്റിലേക്ക്, അല്ലാതെ തന്ത്രി ഇവിടുന്ന് കൊണ്ടുപോയ സ്വർണത്തിന്റെ എന്താ പറഞ്ഞ 10% 15% മേടിച്ചു എന്നൊരു പക്ഷേ SIT ഇപ്പം റിമാൻഡ് റിപ്പോർട്ട് നമ്മൾ കണ്ടിട്ടില്ല. SIT എന്താണ് അതിൻ്റെ അകത്ത് പ്രത്യേകമായിട്ട് ആരോപിക്കുന്നത്. പക്ഷേ ഞാൻ എന്താ പറഞ്ഞ ഒരു ക്രിമിനൽ അഭിഭാഷകൻ എന്ന നിലയിലുള്ള എന്റെ പരിമിതമായ അറിവിൽ ഞാൻ പറയുന്നു, അദ്ദേഹം ഇതിന്റെ ഒരു പരിധിവരെ കസ്റ്റോഡിയനാണ്. അതാണ് അതിന്റെ അകത്ത് ചർച്ച നമുക്ക് തുടർന്ന് കൊണ്ടുപോകാം. അതുകൊണ്ട് അതിനു മുമ്പ് അഡ്വക്കേറ്റ് BN ഹസ്കർ താങ്കളോടൊരു കാര്യമൊന്ന് ചോദിച്ചോട്ടെ. താങ്കളുടേതായിട്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ കാണാൻ ഇടയായി. അതിലേക്കൊന്ന് പ്രേക്ഷകരുടെ ശ്രദ്ധയും തിരിക്കുകയാണ്. രാജിവെച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് സംസ്ഥാന സർക്കാരും പാർട്ടിയും നൽകിയ ഇടത് നിരീക്ഷകൻ എന്ന പദവി ഞാൻ രാജിവെച്ചിരിക്കുന്നു. ഇന്ന് വരെ വാങ്ങിയ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും ഞാൻ സർക്കാർ ഖജനാവിലേക്ക് തിരിച്ചടച്ചു. ഔദ്യോഗിക വാഹനം, ഡ്രൈവർ, ഗൺമാൻ എന്നിവ ഞാൻ തിരിച്ചയച്ചു. ഔദ്യോഗിക വസതിയും ഒഴിഞ്ഞു. ചാനൽ ചർച്ചകളിലെ മണിക്കൂറുകൾ നീളുന്ന അധ്വാനം ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണെന്ന് കരുതുന്നത് കൊണ്ട് ഞാൻ ഇനി മുതൽ രാഷ്ട്രീയ നിരീക്ഷകൻ ഒരു സെൻസ് കൂടി പേടിച്ചു പോയെന്ന് പറഞ്ഞേക്കൂ. ഇത് ആർക്ക് നൽകുന്ന ഒരു മുന്നറിയിപ്പാണ്? താങ്കൾ ആരോടാണ് താങ്കൾ ഇത് പറയുന്നത്? ഇതൊരു പരിഹാസമാണോ? എന്താണ് മനസ്സിലാവുന്നില്ല. അല്ല മഞ്ജുഷ്, അത് ഇപ്പോ സാമൂഹ്യ മാധ്യമങ്ങളിൽ നടന്നു വരുന്ന ചില വിക്രിയകൾ കണ്ട് ഞാൻ സാധാരണഗതിയിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ അങ്ങനെ ഇടപെടുന്ന ആളല്ല. അപ്പോ അത്തരത്തിലൊരു വിക്രിയകൾ കണ്ടപ്പോ തോന്നിയ തമാശയാണത്. കാരണം ഇടതു നിരീക്ഷകനെ ആരോ നൽകിയ ഔദ്യോഗിക പദവി എന്ന അർത്ഥത്തിൽ ചിലരെങ്കിലും തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ പലപ്പോഴും ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുമ്പോൾ ഇടതു നിരീക്ഷകനെന്നോ CPM സഹയാത്രികനെന്നോ ഒക്കെ ആയിരിക്കും ചാനലുകാരുടെ മനോധർമ്മം അനുസരിച്ചാണ് പലപ്പോഴും അത്തരം പദവികൾ എഴുതി വെക്കാറുള്ളത്. അപ്പൊ അങ്ങനെ ഇപ്പോൾ ചാനൽ ചർച്ചകളിൽ ഇടതു നിരീക്ഷകരായി വരുന്നവരെ ഇങ്ങനെ പരിഹസിക്കുന്ന പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്ന് പരിഹസിക്കുന്നത് കണ്ട് സ്വാഭാവികമായും വന്നുപോയ ഒരു കമന്റാണത്. അഡ്വക്കേറ്റ് BN ഹസ്കർ, താങ്കൾ ഇങ്ങനെ ഇടത് നിരീക്ഷകൻ, CPM സഹയാത്രികൻ എന്നീ റോളുകളിൽ ഒരു ചോദ്യം, ഒരു തമാശയ്ക്ക് ചോദിക്കാനാണ് ഒരു ചോദ്യം. ഒന്ന് അങ്ങും റെജി ലൂക്കോസിന്റെ വഴിയിലാണോ എന്ന് ഞങ്ങളെ പോലുള്ള ആളുകൾ സംശയിക്കുന്നു. അത് നിർദോഷമായിട്ടാണ് ഞാൻ ചോദിക്കുന്നത്, അങ്ങുമായിട്ടുള്ള അടുത്ത പരിചയത്തിന്റെ പുറത്ത്. അങ്ങനെ വല്ലതും ഉണ്ടോ ഇതിന്റെ അകത്തുനിന്നും കൂടെ ഒന്ന് ചോദിക്കുകയാണ്. ശ്രീ സേനാപതി വേണു, ഞാനൊരു പ്രത്യയശാസ്ത്ര അടിത്തറയുടെ ഭാഗമായിട്ടാണ് ജീവിതത്തിലുടനീളം സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നത്. അപ്പൊ ആ പ്രത്യയശാസ്ത്ര അടിത്തറ അങ്ങനെ അങ്ങ് കീഴ്മേൽ മറിയുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തനവും നടത്തില്ല. ഞാനിപ്പോ നമ്മളൊക്കെ ഈ ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുന്നത് എന്തെങ്കിലും നേട്ടങ്ങൾക്ക് വേണ്ടിയോ ലാഭങ്ങൾക്ക് വേണ്ടിയോ അല്ല. ഒരു കാര്യം കൂടി ഹസ്കർ, ഇപ്പോൾ CPM സഹയാത്രികൻ, ഇടത് നിരീക്ഷകൻ, ഈ രണ്ട് കാര്യങ്ങളുമാണ്, രണ്ട് രീതിയിലാണ് താങ്കളെ അഭിസംബോധന ചെയ്യാറുള്ളത്. താങ്കൾ CPMന്റെ പാർട്ടി മെമ്പറുമാണല്ലോ. അപ്പോൾ താങ്കളെ കഴിഞ്ഞ ദിവസം അങ്ങനെ ചാനൽ ചർച്ചകളിൽ ഈ വേഷത്തിൽ പോവുകയാണെങ്കിൽ, CPM സഹയാത്രികൻ, ഇടത് നിരീക്ഷകൻ അങ്ങനെ പോവുകയാണെങ്കിൽ പാർട്ടിയുടെ നിലപാട് തന്നെ പറയണം എന്ന താക്കീത് നൽകിയതാണല്ലോ. താങ്കൾ അതിൽ നിന്ന് വ്യത്യസ്തമായ സമീപനം സ്വീകരിച്ചതുകൊണ്ട് ഇപ്പോൾ താങ്കൾ ആ നിലപാടാണ് ഇവിടെ പറഞ്ഞത്. പാർട്ടിയുടെ നിലപാട് തന്നെയാണല്ലോ ഇന്നത്തെ ചർച്ചയിൽ പറഞ്ഞത്. അപ്പോൾ പിന്നെ CPM സഹയാത്രികൻ എന്ന പേര് മാറ്റേണ്ടതുണ്ടോ? ഈ രാഷ്ട്രീയ നിരീക്ഷകനായി പരിണാമം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.